ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മളുടെ മൂന്നാമത്തെ ചാനലാണ് ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് ലവ് റീഡിംഗ് മലയാളം. സോ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഉണ്ട്, അപ്പോൾ അതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. പറ്റുമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഓക്കെ, എപ്പോഴും കൊടുക്കാൻ പറ്റാറില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്, ഇന്ന് പൗർണമിയാണ് അല്ലേ, ഫുൾ മൂൺ ഡേ ആണ്. അത് മാത്രമല്ല മേടമാസം ആരംഭിച്ചിരിക്കുകയാണ്, ഏരീസ് മന്ത് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫുൾ മൂൺ ഇൻ ഏരീസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പൗർണമി ദിവസത്തിൽ നിങ്ങളുടെ വ്യക്തി, അതായത് ഈ ഒരു ഫുൾ മൂൺ എനർജിയിൽ നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ്. സോ നിങ്ങളുടെ എനർജിക്ക് മാറ്റമുണ്ടോ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുന്നുണ്ടോ? സോറി, എൻ്റെ സൗണ്ട് കുറച്ച് ഇതായിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും ശരിക്കും വർക്ക് ആകുന്നുണ്ടോ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ടോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ കറണ്ട് ഫീലിങ്സും വരും, അതായത് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളും. ഓക്കെ, സോ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. പിന്നെ ജെൻഡർലെസ് വീഡിയോ ആണ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കാണാം. അതുപോലെ റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റീസണേറ്റ് ആകും. ഓക്കെ, അപ്പോൾ മേടമാസം ആരംഭിച്ചു, ഏരീസ് മന്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫുൾ മൂൺ ഇൻ ഏരീസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് കാർഡ് തന്നെ ദാറ്റ് വി ഗോട്ട്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കാർഡ്, ദ ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ടോറസ് ആൻഡ് ഓൾസോ ദ ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ഏരീസ്. ഈ ഒരു രണ്ട് കാർഡിൽ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് അവിടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഓക്കെ, മേ ബി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സോഡിയാക് സൈൻ ടോറസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ സോഡിയാക് സൈൻ ഏരീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ടോറസ് ഏരീസ് കോമ്പിനേഷൻ ആയിരിക്കാം. എന്തുകൊണ്ടോ എനിക്ക് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്ന ഫുൾ മൂൺ കാർഡ്സ് ആണ്. അതൊരു കോംബോ പെയർ പോലെയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫുൾ മൂണിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഹൈ എനർജിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. ഓക്കെ, ഹൈ എനർജിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. സോ അത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ആ ഒരു ഫുൾ മൂൺ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പോലെ തരാനായിട്ട് ഉണ്ട്. അതായത് ഈ കാർഡ്സ് നമ്മൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കണം പലപ്പോഴും, അത് ചിലപ്പോൾ മാത്രമല്ല പലപ്പോഴും എനിക്ക് ആ ഒരു എനർജി കിട്ടുന്നുണ്ട്, നിങ്ങൾ മേ ബി മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ കൂട്ടുകാരിക്കോ കൂട്ടുകാരനോ പ്രണയമുണ്ടെങ്കിൽ അവരുടെ പ്രണയ ബന്ധവും നിങ്ങളുടെ പ്രണയബന്ധവും കൂടെ റിലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പ്രണയബന്ധം വളരെ ഹാപ്പി ആയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ പ്രണയബന്ധം എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ, കുറച്ച് ബ്രേക്കപ്പ് സിറ്റുവേഷൻ, കുറച്ച് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും പോകുന്നത്. സോ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, ഓക്കെ അവര് ഓക്കെ ആണല്ലോ, അല്ലെങ്കിൽ അവരുടെ പ്രണയബന്ധം സൂപ്പർ ആണല്ലോ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതൊന്നും വർക്ക് ആകുന്നില്ലേ, എനിക്കൊന്നിനെയും അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ, എൻ്റെ വ്യക്തിക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഭയം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ സ്റ്റേജ്, അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ അത്തരത്തിൽ അതുകൊണ്ട് തന്നെയാണ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ തന്നെ നല്ല രീതിയിൽ കാണുക, നിങ്ങൾ തന്നെ നല്ല രീതിയിലുള്ള അഭിപ്രായം കൊടുക്കുക. നിങ്ങൾ എപ്പോഴും മേ ബി പറയുന്നുണ്ടാകാം, മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ കാണാൻ ഭംഗിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പോരാ. മേ ബി നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം, അതായത് മൂന്നാമതൊരു വ്യക്തി വന്ന് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാം. സോ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ തേർഡ് പാർട്ടിനെ വെച്ചിട്ടും നിങ്ങളെ വെച്ചിട്ടും കൂടെ കമ്പയർ ചെയ്യുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കാളും സൗന്ദര്യവും കാശും വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ഉണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ആ ഒരു തേർഡ് പാർട്ടിയെ വെച്ചിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ
അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള തടസ്സങ്ങളാണ് വന്നു ചേരുന്നത്. അതത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല. ബിക്കോസ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയുടെ എനർജി വർദ്ധിക്കുകയും നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയി പോകുന്ന അവസ്ഥയുമാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടിനെ ഇംപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ തേർഡ് പാർട്ടീനെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിനെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്യാനോ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് മുടിയില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഷോർട്ട് ഹെയർ, ഞാനൊരു എക്സാമ്പിൾ പറയാണ്, നിങ്ങൾക്കിപ്പോൾ ഒരു ഷോർട്ട് ഹെയർ ആണുള്ളതെങ്കിൽ ലോങ് ഹെയർ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ഡസ്കി സ്കിൻ ടോൺ ആണ് നിങ്ങളുള്ളതെങ്കിൽ അയ്യോ എനിക്കൊട്ടും കളർ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. അയ്യോ തേർഡ് പാർട്ടി ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലോ, ഞാനൊട്ടും പോരല്ലോ, അല്ലെങ്കിൽ ഞാൻ അത്ര സാമ്പത്തികമായിട്ട് ഉയർന്നതല്ലല്ലോ, അത്തരത്തിലുള്ള ചിന്തകൾ വേണ്ട. അത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് മായ്ച്ചോളൂ. കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരമോ അല്ലെങ്കിൽ റിസൾട്ടോ ലഭിക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങളുടെയും കൂടി എനർജിയും കൂടെ തേർഡ് പാർട്ടിക്ക് പോവത്തേ ഉള്ളൂ. അതുപോലെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ടും നിങ്ങൾ ഭയങ്കര കുറ്റം വിചാരിക്കുകയാണെങ്കിൽ, അതായത് നല്ല മനസ്സോടുകൂടി മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ഇരുന്നുകൊണ്ട് കുറ്റം വിചാരിക്കുകയാണ്. സോ ആ ചെയ്ത മാനിഫെസ്റ്റേഷൻ ഒന്നും വർക്കാവത്തില്ല. അതിപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോ. കാരണം നമുക്കിവിടെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ എനർജിയിൽ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ ഒരുപാട് ബ്ലോക്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ അതിൻ്റെ അർത്ഥം ഇത് നിങ്ങൾ തന്നെയാണ് വരുത്തി വെച്ചിരിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. സോ ഇവിടെ അവതാളത്തിലാകുന്നത് നിങ്ങളാണ്. ആൻഡ് ഓൾസോ ഇവിടെ കുറച്ച് ആൾക്കാരെങ്കിലും വി ഗോട്ട് ദ നമ്പർ 69. നമുക്കതൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും ഈ റീഡിങ് കാണുന്ന നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലാകാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നു. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറയുമ്പോൾ ദർ ആർ ലോട്ട്സ് ഓഫ് ഇൻസെക്യൂരിറ്റീസ്. ഒരുപാട് ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പരിഗണനയും സ്നേഹവും ലഭിച്ചു എന്ന് വരില്ല. സോ അത് നിങ്ങൾ സീരിയസ് ആക്കി മനസ്സിലേക്ക് എടുത്ത് അത് നിങ്ങളുടെ ഒരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷനിലേക്ക് ആക്കി നിങ്ങളൊരു നെഗറ്റിവിറ്റിയിലേക്ക് പോവുക എന്നല്ലാണ്ട് ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേണി കൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ഉപയോഗങ്ങളോ ഉപകാരങ്ങളോ ലഭിക്കാനായിട്ട് പോകുന്നില്ല. സോ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേണി നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആക്കണമെങ്കിൽ നിങ്ങളുടെ പരിമിതികൾ എന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കുറച്ച് വിദ്യാഭ്യാസം ഉള്ളെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ കുറച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാം. അതല്ല നിങ്ങൾക്ക് അതിനൊന്നും താല്പര്യമില്ല എന്നാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ്, ഐ എം ഫൈൻ എന്നുള്ള ലെവലിലേക്ക് വരിക. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ, നിങ്ങൾ അഫർമേഷൻസ് പറയൂ. പക്ഷെ എന്തൊക്കെ ചെയ്താൽ പോലും ഇവിടെ നല്ല മനസ്സോട് കൂടി ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചെയ്യുന്നതിനൊക്കെയും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സെപ്പറേഷൻ ജേർണി മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് വിചാരിച്ചാലും നിങ്ങൾ അനാവശ്യമായിട്ടുള്ള എനർജീസ് ഇവിടെ നിങ്ങൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായിട്ടുള്ള എനർജീസ് നിങ്ങൾ റിലീസ് ചെയ്യുമ്പം ഇവിടെ സ്വാഭാവികമായിട്ടും റിയൂണിയൻ പോസിബിൾ ആകത്തില്ല. റിയൂണിയൻ ആകുന്ന കാര്യത്തിൽ തടസ്സങ്ങൾ വരികയും അതിങ്ങനെ നീണ്ടു പോകുന്ന ഒരു സിറ്റുവേഷനുമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ എന്താണോ, നിങ്ങളുടെ പരിമിതികൾ എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നന്നായിട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടുക, അല്ലെങ്കിൽ നിങ്ങൾ പാട്ട് പഠിക്കാൻ ചേരും, നിങ്ങൾ നന്നായിട്ട് പാടും, നിങ്ങൾക്കത് സോഷ്യൽ മീഡിയാസിൽ ഇടുക, ഫ്രണ്ട്സിനെ മറ്റുള്ളവരെയൊക്കെ കാണിക്കാം. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് പോകും. അല്ലാതെ എനിക്ക് ഇന്ന കഴിവില്ല, എനിക്ക് ഇന്ന കഴിവ് മാത്രമേ ഉള്ളൂ, സോ ഇതുകൊണ്ടൊന്നും ആയില്ല എന്നുള്ള ലെവലിലേക്ക് വരല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഉള്ളതും കൂടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവത്തില്ല. മേ ബി നിങ്ങളുടെ നമ്പർ 69 നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയെയും ഫുൾ മൂൺ എനർജി, അതായത് പൗർണമി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള എനർജി ഡ്രെയിൻ ആവുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതായത് എനർജി നഷ്ടപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്.
അതുപോലെ ഈ പേഴ്സന്റെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടോട്ടലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആകുന്നുണ്ട്, ഇമോഷണൽ ആകുന്നുണ്ട്. അത് ചിലപ്പോൾ ഉള്ളിൽ ഐ മീൻ വിഷമം വെക്കാൻ പറ്റാത്തത് കൊണ്ട് പുറത്തേക്ക് വരുന്നതാകാം. കരയണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ കരഞ്ഞോളൂ. ഇപ്പൊ ഉള്ളിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് കരഞ്ഞു കഴിഞ്ഞാൽ കണ്ണീരായിട്ട് പുറത്തേക്ക് പോകും. അതൊരു തെറാപ്പിയാണ്, അതൊരു മൈൻഡ് റിലീഫ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ഈ പേഴ്സന്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ കരയരുത്. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കരഞ്ഞു. ഈ പേഴ്സന്റെ മുന്നിൽ വെച്ചിട്ട് എപ്പോഴും നിങ്ങൾ കരഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൺ അത്രയും സ്നേഹിക്കുന്നു, ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാമാണ്, നിങ്ങൾ അത്രയും ഈ പേഴ്സണെ ഗാഢമായിട്ട് സ്നേഹിക്കുന്നു, ഡീപ്പായിട്ട് സ്നേഹിക്കുന്നു, ജീവന്റെ ജീവനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കരയാനൊന്നും നിൽക്കരുത്. ബിക്കോസ് ഈ പേഴ്സന്റെ മുന്നിൽ അങ്ങനെ കരയുമ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോകത്തേ ഉള്ളൂ. അതായത് ഈ പേഴ്സന്റെ മൈൻഡിൽ ഒരു ഭയം കിടക്കുന്നുണ്ട്, പേടി കിടക്കുന്നുണ്ട്. അതൊരു പക്ഷെ നിങ്ങളിങ്ങനെ കരയുന്നത് കൊണ്ടാണ് എന്നാണ് നമ്മൾക്ക് കിട്ടുന്ന എനർജി. അപ്പൊ ഇങ്ങനെ കരയുമ്പോൾ ഈ പേഴ്സണും പേടിയാകുന്നുണ്ട്. ഓക്കെ, ഇനി ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങാനും ബ്രേക്കപ്പ് ആയി പോയാൽ, അല്ലെങ്കിൽ വർക്കൗട്ട് ആയില്ലെങ്കിൽ, നിങ്ങൾ മേ ബി എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തു വെക്കുമോ, അല്ലെങ്കിൽ ഈ പേഴ്സണെ മോശം വരുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യോ എന്നുള്ള തരത്തിലുള്ള ഭയം ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. സോ അത്തരത്തിലുള്ള രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്യണ്ട, ഈ പേഴ്സന്റെ മുന്നിൽ വെച്ച് കൺട്രോൾ ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ കരഞ്ഞോളൂ, നിങ്ങൾ മൈൻഡ് റിലീഫ് ആക്കിക്കോളൂ, നിങ്ങൾ ഒച്ചയിൽ കരഞ്ഞോളൂ, അത് ഭയങ്കര റിലീഫാണത്. പക്ഷെ ഈ പേഴ്സന്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ വീക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൺ അത്രയും സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കരയുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ നിങ്ങളത് പോസിറ്റീവായിട്ടായിരിക്കാം വിചാരിക്കുന്നത്. ചിലപ്പോൾ കരഞ്ഞൊക്കെ കാണിക്കുമ്പോൾ ഈ പേഴ്സണെ കുറച്ചും കൂടി കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല ഈ വ്യക്തി ചിന്തിക്കുന്നത്. ഈ വ്യക്തി അതിനെ നെഗറ്റീവായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. നെഗറ്റീവായിട്ടായിരിക്കും എന്നല്ല, ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ബാലൻസ് കൊണ്ടുവരണം എന്നാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ബാലൻസ് കൊണ്ടുവരണം. ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു രീതി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി എന്തിനേയും അളന്ന് നോക്കുന്ന വ്യക്തിയാണ്. നമുക്ക് പൂർണ്ണ ചന്ദ്രനെയാണ് കിട്ടിയിരിക്കുന്നത്, ഫുൾ മൂൺ ഇൻ ലിബ്രയാണ്. അതായത് ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും, അല്ലെങ്കിൽ അത് നേടിയിരിക്കും. അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അത് ഈ പേഴ്സന്റെ കുട്ടിക്കാലം തൊട്ടേ തന്നെ ഒരു കുഞ്ഞു കളിപ്പാട്ടമാണെങ്കിലും, ഒരു കുഞ്ഞു കളിപ്പാട്ടമാണെങ്കിലും അത് ഈ പേഴ്സൺ കണ്ടിന്യൂസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് മനസ്സിൽ അത് കൊണ്ട് നടന്ന് ഈ പേഴ്സൺ അത് നേടിയെടുക്കും. സോ അത്തരത്തിലുള്ള ഒരു എനർജി ആയിട്ടാണ് നമുക്കിവിടെ പൂർണ്ണ ചന്ദ്രനാണ്, ജ്വലിച്ചു നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. സോ ഈ പേഴ്സൺ എന്താ പറയാ, തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല, അത്തരത്തിലുള്ള ഒരു പേഴ്സൺ ആണ്. ഈ പേഴ്സണ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്, കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ. പക്ഷെ അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്, ഓവർകം ചെയ്തതായിട്ടും കാണിക്കുന്നുണ്ട്. മേ ബി അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പൂജകളോ പ്രാർത്ഥനകളോ ഒക്കെ ഈ പേഴ്സൺ ചെയ്യുന്നുണ്ടാകണം. ചിലപ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടാകണം. സോ അതിൻ്റെ ഇംപ്രൂവ്മെന്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുന്ന ഒരു രാജകീയമായിട്ടുള്ള എനർജി ഉള്ള വ്യക്തിയാണ്. സോ ഈ പേഴ്സൺ ഒരിക്കലും കരയത്തില്ല, അല്ലെങ്കിൽ വിഷമിക്കത്തില്ല. ഈ വ്യക്തിയുടെ മുന്നിൽ നിന്നുകൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരെ ഈ പേഴ്സൺ അധികം മൈൻഡ് ചെയ്യത്തുമില്ല. കരഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദുർബല ഇതായിട്ടാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. ഈ പേഴ്സൺ കഴിവതും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരായിട്ടൊന്നും ഈ പേഴ്സൺ കൂടത്തില്ല, സൗഹൃദം ചെയ്യത്തില്ല. ആ ഒരു പേഴ്സൺ നെഗറ്റീവ് ആണ് എന്ന് ഈ വ്യക്തിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആ വ്യക്തിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യും. സോ നിങ്ങളിൽ നിന്നും ഒരു പരിധി വരെ ഈ പേഴ്സൺ ഡിസ്റ്റൻസ് വിടുന്നത്
നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയാണ്. പക്ഷെ അത് കുറ്റമായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയായിരിക്കാം. പക്ഷെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതൊരു ദുർബലനായ അല്ലെങ്കിൽ ഒരു ദുർബലയായ ഒരു വ്യക്തിയെയാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. ഓക്കെ, മേ ബി ഈ പേഴ്സൺ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതായത് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ പേഴ്സന്റെ റോൾ മോഡൽ. ഈ പേഴ്സൺ മേ ബി ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാകാം, ഒരുപാട് സാമ്പത്തികമായിട്ട് ഉയർച്ചയുള്ള പേഴ്സണായിട്ട് കാണിക്കുന്നു. സോ ഈ പേഴ്സന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നതും അത് തന്നെയാണ്. കാരണം ഈ പേഴ്സൺ എന്തിനേയും മാനിഫെസ്റ്റ് ചെയ്യാനും എന്തിനേയും എന്താണ് അട്രാക്റ്റ് ചെയ്യാനും ഈ പേഴ്സന് ഭയങ്കരമായിട്ടുള്ള ശക്തിയുണ്ട്. സോ നമുക്ക് ആ ഒരു നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം സ്പീക്ക് യുവർ വേൾഡ് ആൻഡ് നോ യു ആർ ലൗഡ് എന്നാണ്. അതായത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് വർക്ക് ആകുന്നുണ്ടോ എന്നുള്ളതിനുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ക്വാർട്ടർ മൂണും ന്യൂ മൂണും ആണ് കിട്ടിയിരിക്കുന്നത്. ഇനിയും എനർജി വേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഓപ്ഷൻ വെക്കുന്നുണ്ടോ? അതായത് ഈ പേഴ്സണെ കിട്ടിയില്ലെങ്കിൽ വേറെ പേഴ്സണെ നോക്കാം, അല്ലെങ്കിൽ ആ പേഴ്സണെ കിട്ടിയില്ലെങ്കിൽ ഈ പേഴ്സണെ നോക്കാം, അങ്ങനെ രണ്ടു പേരെ വെച്ചിട്ടൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഏത് പേഴ്സൺ ആണോ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇങ്ങനെ ഓപ്ഷനായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ സ്പ്ലിറ്റിംഗ് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരെണ്ണം ഒരു ഹാഫായിട്ടും ഒരെണ്ണം തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ, തുടക്കത്തിലെ ചന്ദ്രനാണ്. സോ ഒരു സ്പ്ലിറ്റിംഗ് എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ കൊണ്ട് ഒരു ബാലൻസിങ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. സോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ രണ്ട് കാര്യത്തിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാകാം. ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പേഴ്സണ് വേണ്ടിയിട്ട്. സോ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യണ്ട, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യൂ, എന്നിട്ട് അത് സക്സസ്സിലേക്ക് എത്തിയിട്ട് അടുത്തത് ചെയ്യൂ. ബിക്കോസ് ഇവിടെ എന്തോ ഒരു എനർജി ഡ്രെയിൻ ആയി പോകുന്നുണ്ട്, സ്പ്ലിറ്റിംഗ് എനർജി നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഇപ്പോൾ എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്താലും നമുക്ക് ന്യൂ മൂൺ ഇൻ ലിബ്രയാണ് കിട്ടിയിരിക്കുന്നത്. എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്താലും നിങ്ങൾക്കത് കരസ്ഥമാക്കി എടുക്കാനായിട്ട് സാധിക്കും. കാരണം അത്രയും ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്, സക്സസ്ഫുൾ എനർജിയാണ് കാണിക്കുന്നത്. പക്ഷേ സിംഗിൾ ഓപ്ഷൻ വെച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മൾക്ക് ഫൈനൽ ഔട്ട്കം ആയിട്ട് കിട്ടിയിരിക്കുന്നത് ബി ഹംബിൾ ആൻഡ് നോ യുവർ വർത്ത് എന്നാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എപ്പോഴും സിമ്പിൾ ആയിട്ടിരിക്കുക, നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകേണ്ട ആവശ്യമില്ല. നമുക്ക് ലിയോന്റെ എനർജി വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെ നമുക്കൊരു ലയൺ പവറാണ്. ലയൺ പവർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഗർജിക്കുന്ന സിംഹം, സിംഹത്തിന് ഗർജിക്കാനേ അറിയുള്ളൂ, പേടിച്ച് മാറിയിരിക്കാൻ അറിയത്തില്ല. സോ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരാനാണ് കാണിക്കുന്നത്. എന്ന് വെച്ചിട്ട് ഈ പേഴ്സണോട് കയർത്ത് സംസാരിക്കാനോ അഹങ്കാരത്തോടുകൂടി സംസാരിക്കാനോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്തിന് നിൽക്കണം, നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഈ പേഴ്സണോട് സംസാരിക്കാനുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിക്കണം, സംസാരിക്കണം. പക്ഷേ സിമ്പിൾ ആയിരിക്കണം, ടഫ് ക്യാരക്ടറിലേക്ക് പോകരുത്. സിമ്പിൾ ആയിരിക്കണം, കാണുമ്പോൾ സിമ്പിൾ ആയിരിക്കണം, പക്ഷേ പവർഫുൾ ആയിരിക്കണം. ആൻഡ് ഓൾസോ നിങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മേ ബി നിങ്ങളൊരു ടോറസ് ആയിരിക്കാം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, അതായത് ഒരു എർത്ത് എനർജി. സോ ഭൂമിയോളം താഴ്മയോട് കൂടി നിൽക്കുന്ന ഒരു ബിഹേവിയർ, ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും കുറച്ച് മാറേണ്ടിയിരിക്കുന്നു. ഓക്കെ, കുറച്ച് അതിലൊരു വ്യത്യാസം വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം തീരെ അങ്ങോട്ട് താഴ്ന്നു പോയി കഴിഞ്ഞാൽ
അതത്ര നല്ലതായിരിക്കില്ല. സോ ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും കുറച്ച് സ്പ്ലിറ്റ് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യമായാലും കംപ്ലീറ്റ് ആയിട്ട് ഒരു ടോപ്പിക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കും. ഈ വ്യക്തിക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ഈ പേഴ്സൺ ഫീലിങ്സിനേക്കാളും ഇമോഷൻസിനേക്കാളും ഉപരി ഈ പേഴ്സൺ കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ്. സോ ഈ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് ഫീലിങ്സ് കാണിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഐ ലവ് യു, ഐ മിസ് യു, ഐ വാണ്ട് യു എന്നുള്ള ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഈ പേഴ്സൻ്റെ അടുത്ത് നിന്നിട്ട് കാര്യമില്ല. ബിക്കോസ് ഈ പേഴ്സൺ ഒരു ബിസി എനർജിയാണ്. ഈ പേഴ്സൺ സാമ്പത്തികം, പൈസയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. നിങ്ങളെ ഇഷ്ടമല്ല എന്നല്ല, നിങ്ങൾ ഇഷ്ടമാണ്. കുറച്ച് ആൾക്കാർ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ പോകുന്നുണ്ട്, ട്വിൻ ഫ്ലെയിം എനർജി കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും യു ഷുഡ് കൺട്രോൾ യുവർ ഇമോഷൻസ്. സോ അതാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചു വരുമ്പോൾ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വരുമ്പോൾ നിങ്ങളുടെ ഈ അനാവശ്യമായിട്ടുള്ള ഫീലിങ്സ് ആണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് കയറി വരുന്നത്. സോ അത് ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നിക്കുന്നുണ്ട്. സോ അത് ഈ പേഴ്സണെ നിങ്ങളിലേക്ക് അകറ്റാനുള്ള, കൂടുതൽ അകറ്റാനുള്ള സാഹചര്യങ്ങൾക്ക് ഇടയാക്കും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഫുൾ മൂൺ ഇൻ ഏരീസ്, മേടമാസത്തിലെ പൂർണ്ണചന്ദ്രൻ, ഈ ഒരു എനർജിയിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. സോ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.